ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാറ്റ് ടോക്സ്. ഇന്ന് നിഫ്റ്റിയിൽ ചെറിയൊരു ഫോള് രാവിലെ തന്നിട്ട് അത് കഴിഞ്ഞ് നിഫ്റ്റി ഒരു പുൾ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പുൾ ബാക്ക് മീൻസ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു എന്താ പറയുക, ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ പറയുക, നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ആസ് പെർ ചാറ്റ് പാറ്റേൺ നമുക്കിവിടെ ഹാങ്ങിങ് മേനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഏരിയയിൽ വന്നപ്പം, അതായത് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നപ്പോൾ 23 to 50 ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ഏരിയയിൽ. അപ്പം ആ ഏരിയയിൽ നിന്ന് ഇന്നലെ നിഫ്റ്റി ഒന്ന് താഴോട്ട് വന്നു, ജസ്റ്റ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിഫ്റ്റി പിന്നെ ഒരു പുഷ് ബാക്ക് വന്നു. പക്ഷെ പുഷ് ബാക്ക് തന്നെങ്കിലും ആസ് പെർ റെക്കോർഡ്സ്, ആസ് പെർ നമ്മുടെ ബുക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പാറ്റേൺ എന്താണ് എല്ലാവർക്കും അറിയാലോ, ഇതൊരു ഹാങ്ങിങ് മേനാണ്. അപ്പം നാളെ ഇത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ 24,400 അതിൻ്റെ മുകളിലുള്ള 24,700, 800 ആയ റേഞ്ച് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്ത് പോകണം. 50 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീണിട്ട് ഒരു എന്താ പറയുക, ഒരു റേസിംഗ് വെഡ്ജ് പോലെയുണ്ട് ഇതിനെ കണ്ടിട്ട് അല്ലേ. ഒരു റേസിംഗ് വെഡ്ജ് പോലെയുണ്ട്, ഇത് റേസിംഗ് വെഡ്ജാണ്. അപ്പം മേ ബി നാളെ നിഫ്റ്റി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു ഏരിയയിൽ നാളെ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് നമ്മൾ വെക്കണം ഈ ഒരു ഏരിയയിൽ. അപ്പം നാളെ താഴെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് താഴോട്ടുള്ള ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം ആസ് പെർ ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ താഴോട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മോളൗട്ട് ആണെങ്കിലും ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് നിന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നാളെ മോളോട്ട് ട്രേഡ് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ കൺട്രിയുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു മേ ബി നാളെ പിന്നെ എക്സ്പയറിയും കൂടെയാണ്, അതും കൂടെ മനസ്സിൽ വെക്കുക. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്യുവർ ഒരു എന്താ പറയുക, ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് കാണുന്നുള്ളത്. നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. നിഫ്റ്റി ബാങ്കിൽ ഫുള്ളി ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് കാണുന്നുള്ളത്. ഈ പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പാറ്റേൺ എന്താണ്? ഈ പാറ്റേൺ ആണ് ബിയറിഷ് എൻഗൾഫിംഗ്. അതായത് ലാസ്റ്റ് ഡേയുടെ ക്യാൻഡിലെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് താഴോട്ട്. അപ്പോൾ ഇതൊരു ബിയറിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടോ, ഒരു താഴോട്ട് വീണിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് ശ്രമിച്ചു കയറാൻ, പക്ഷെ നടന്നില്ല. അപ്പം നാളെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ മാത്രം താഴോട്ടൊരു ട്രേഡ് നോക്കുക, അതായിരിക്കും സേഫ്. കാരണം ഫുള്ളി ബിയർ സെന്റിമെന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റിനെ ഇത്രയും ദിവസം മുകളോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ICICI ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെ നല്ല പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. അവരുടെയൊക്കെ ഓൾറെഡി Q4 റിസൾട്ട്സ് ഒക്കെ വന്നു. അവർ മൂവ്മെന്റ് ഒക്കെ ഏകദേശം അത്യാവശ്യം തന്നു കഴിഞ്ഞ് നിൽക്കുകയാണ്. അവരൊക്കെ പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്കിനെ ഇനി സപ്പോർട്ട് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. നാളെ ആക്സിസ് ബാങ്കിന്റെ റിപ്പോർട്ടുണ്ട്, നോക്കാം അതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്. പിന്നെ നിഫ്റ്റിയിലാണ് പിന്നെ ഒരു ബുള്ളിഷ് ആസ് പെർ OA ഡാറ്റ വെച്ചിട്ട് ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് ഉള്ളത്. പക്ഷെ നിഫ്റ്റിയും നമുക്ക് നാളെ ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്തതാണെങ്കിൽ മാത്രമേ 24,400 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടാർഗറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.